ആയിട്ട് ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. ഞാൻ ആഗ്രഹിച്ചതിനേക്കാളും സൂപ്പറായിട്ട് എനിക്കൊരു തിയേറ്റർ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഹാപ്പിയിലാണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും BM ഹോം സിനിമാസിന്റെ ഏറ്റവും പുതിയൊരു ഹോം തിയേറ്റർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മിന്നുള്ളത് തിരുവനന്തപുരം കാട്ടക്കട മാറനല്ലൂരുള്ള കോട്ടമുകൾ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള വിനോദ് ബ്രോയുടെ വീട്ടിലാണ്. അപ്പോൾ അവിടെ നമ്മൾ ഓൾറെഡി ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹോം തിയേറ്ററിന്റെ അകത്തിരുന്നുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങളൊക്കെ വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മോടൊപ്പം ഈ തിയേറ്ററിന്റെ ഉടമ അല്ലെങ്കിൽ ഒരുപാട് നാളായി ഒരു ഹോം തിയേറ്റർ വീട്ടിൽ വേണമെന്ന് ആഗ്രഹമുള്ള നമ്മുടെ വിനോദ് ബ്രോ നമ്മളൊപ്പം കൂടെയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിനോദ് ബ്രോനോട് ഈ തിയേറ്ററിന്റെ വിശേഷങ്ങളും ഈ ഹോം തിയേറ്റർ എക്സ്പീരിയൻസും എന്താണ്? ഇപ്പൊ തിയേറ്ററിൽ പോയി കാണുന്ന അതേ ഒരു ഫീൽ ഇവിടെ നമുക്ക് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീൽ തോന്നുന്നു. അപ്പൊ വീട്ടിൽ തന്നെ ഇപ്പൊ ഇരുന്ന് സിനിമകളൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ്. ഒരുപാട് പേർക്ക് ഇപ്പൊ ആഗ്രഹമുണ്ട് വീട്ടിലൊരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇനി ഹോം തിയേറ്റർ ചെയ്യാൻ പോകുന്നവരോട് വിനോദ് ബ്രോയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് എന്താണ് പറയാനുള്ളത്? ഒത്തിരി വർഷത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു തിയേറ്റർ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള. അപ്പൊ അതിനുവേണ്ടി കുറെ ഇങ്ങനെ ഞാൻ ട്രൈ ചെയ്തെങ്കിലും പുള്ളിയുടെ ഈ BM സിനിമാസിന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇങ്ങനെ കാണുകയും അപ്പൊ അത് കണ്ട് പുള്ളി ഒരു ദിവസം വിളിക്കുകയും പുള്ളിയായിട്ട് ഒരു അരമണിക്കൂറോളം സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ തിയേറ്റർ അങ്ങ് തുടങ്ങണം, ഇനി എത്ര ഇതായാലും എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയും പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് നല്ലൊരു പുള്ളിയായിട്ട് കുറച്ച് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് തിയേറ്റർ തുടങ്ങണം. എന്നിട്ട് അവരിവിടെ വന്ന് അവരുടെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു അതിപ്പം ഫിനിഷ് ചെയ്തിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. താല്പര്യമുള്ളവർക്ക് സജസ്റ്റ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഇതായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു BM സിനിമാസ്. ഓക്കെ, താങ്ക് യു. വളരെ നല്ലൊരു റിവ്യൂ ആണ് പുള്ളി നമ്മളടുത്ത് പറഞ്ഞത്. പുള്ളി ഈ പറഞ്ഞ വീഡിയോ കണ്ടിട്ട് എന്നോട് പ്രാവശ്യം വിളിച്ചു. അപ്പൊ പുള്ളിയോട് സംസാരിച്ചു. പുള്ളി എന്നോട് പറഞ്ഞു ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമാണ്. ബഡ്ജറ്റ് കൊണ്ടാണ് പുള്ളിക്ക് ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റായിരുന്നു. അപ്പൊ അതുപോലെ ഒരുപാട് ബഡ്ജറ്റ് ഒന്നും ചെലവാക്കാതെ നമുക്ക് ചെറിയ ബഡ്ജറ്റിലൊക്കെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഒരു തിയേറ്റർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ BM സിനിമാസുമായി കോൺടാക്ട് ചെയ്യും. അമ്പാടി, അപ്പൊ എന്താണ് തിയേറ്റർ ഒക്കെ ഇഷ്ടമായ? സിനിമ ഒക്കെ കണ്ടാ? എങ്ങനെയുണ്ട് തിയേറ്റർ? സൂപ്പർ ആയിട്ടുണ്ടാ? ഈ സിനിമ കാണാല്ലോ. കൂട്ടുകാരോടൊക്കെ പറയോ വീട്ടില് തിയേറ്റർ ഉണ്ടെന്ന്? സ്കൂളിൽ പോയിട്ട് ടീച്ചറോടും കുട്ടികളോടും എല്ലാവരും പറയാനുണ്ടാ? അവരോടൊക്കെ ചെയ്യാൻ പറയാനുണ്ടാ?
അമ്പോ എന്താണ് ഒന്നും മിണ്ടാത്തത്? തിയേറ്റർ കണ്ടിട്ട് ഇഷ്ടായാ? കൊള്ളാമോ? ഇനി നമുക്ക് തിയേറ്ററിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് തിയേറ്ററിന്റെ റൂം സൈസ് പറയാം. ഓൾറെഡി ഒരു 17 അടി നീളവും അതുപോലെ തന്നെ 12 അടി വീതിയും വരുന്ന ഒരു റൂം സൈസിലാണ് നമ്മൾ ഈ തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ന ടൈമിൽ ഒരു 27 അടി നീളവും അതുപോലെ തന്നെ 12 അടി വീതിയിലുള്ള റൂം സൈസ് ആയിരുന്നു. നമ്മൾ ഒരു ഭാഗം 10 അടിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ഒരു തിയേറ്റർ സൈസാക്കി മാറ്റിയെടുത്തത്. അപ്പോൾ ഒരു ഫുൾ ലെങ്ത് എന്താ പറയുക, ഒരു ഹാള് പോലെ കിടന്നിരുന്ന റൂമായിരുന്നു. അതാണ് നമ്മൾ ഇതുപോലെ തിയേറ്റർ സൈസിലേക്ക് കട്ട് ചെയ്ത് ഒരു ഡോൾബി അറ്റ്മോസ് സെറ്റപ്പിൽ മാറ്റിയെടുത്തത്. അപ്പോൾ ഇതിന്റെ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുകയാണെങ്കിൽ 5.1.2 ഡോൾബി അറ്റ്മോസ് കോൺഫിഗറേഷനിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രൊജക്ടറിലേക്ക് വരണമെങ്കിൽ എപ്സൺ ബ്രാൻഡിൽ വരുന്ന 750 എന്നുള്ള ഫുൾ HD പ്രൊജക്ടറാണ്. അതോടൊപ്പം തന്നെ സൂര്യ ബ്രാൻഡിൽ വരുന്ന 120 ഇഞ്ചിന്റെ ഫിക്സ്ഡ് ഫ്രെയിം സ്ക്രീനാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. AVRലേക്ക് വരണമെങ്കിൽ ഡെനോൾ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള 18007.2 ചാനൽ AVR ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മീഡിയ പ്ലെയർ ആയിട്ട് ഡ്യൂൺ 4K എന്നിട്ടുള്ള നമുക്ക് അത്യാവശ്യം ഹാർഡ് ഡിസ്ക് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡോൾബി അറ്റ്മോസ് ഒക്കെ ഉള്ള ഒരു മീഡിയ പ്ലെയർ ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ആപ്പിൾ TV കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ പ്ലെയർ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഹാർഡ് ഡിസ്കും USB ഒക്കെ എക്സ്റ്റേണൽ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് പ്രത്യേകത. പിന്നെ അത്യാവശ്യം നല്ല സൗണ്ട് ആൻഡ് വിഷ്വൽ, അതായത് ഏകദേശം ഒരു ആപ്പിൾ TVയിലേക്ക് ക്വാളിറ്റി നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് സ്പീക്കർ പാക്കേജിലേക്ക് വരണമെങ്കിൽ ക്ലിപ്സിന്റെ ഇൻവാൾ സീരീസ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് സബ് ഊഫറിലേക്ക് വരണമെങ്കിൽ ക്ലിപ്സിന്റെ തന്നെ R120 എന്നിട്ടുള്ള ഒരു 12 ഇഞ്ച് സബ് ഊഫറാണ്, ആക്റ്റീവ് സബ് ഊഫറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു 300 വാട്ട്സ് RMS ഔട്ട്പുട്ട് ഒക്കെ ഉള്ള ഒരു കിഡിലൻ സബ് ഊഫറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഈ റൂം നിറഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള സൗണ്ട് എഫക്റ്റ് നമുക്ക് മൊത്തത്തിൽ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തിയേറ്ററിൽ കൊടുത്തിട്ടുള്ള എപ്സൺ ബ്രാൻഡിൽ വരുന്ന EHTW 750 എന്നുള്ള ഫുൾ HD പ്രൊജക്ടറാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പിക്ചർ ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊജക്ടറാണ്. അത്യാവശ്യം മെയിനായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു എന്താ പറയുക വാറണ്ടിയും ലൈഫ് ടൈം ഒക്കെ ഉള്ള ഒരു പ്രൊജക്ടറാണ് എപ്സൺ എന്ന് പറയുന്നത്. ക്ലിപ്സിന്റെ തന്നെ ഇൻവാൾ സീരീസ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ ഫ്രണ്ടിലായാലും സറൗണ്ടിങ് ആയാലും കൊടുത്തിട്ടുള്ളത്. ഇൻവാൾ സീരീസിൽ വരുന്ന അത്യാവശ്യം നല്ലൊരു ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ള സ്പീക്കേഴ്സ് ആണ് ക്ലിപ്സ് ബ്രാൻഡിൽ വരുന്ന ഇൻവാൾ സ്പീക്കേഴ്സ് ആണ്. ക്ലിപ്സിന്റെ തന്നെ സീലിംഗ് സ്പീക്കേഴ്സ് ആണ് നമ്മൾ അറ്റ്മോസ്ഫിയർ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അക്വസ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെറ്റ് പാനൽ അക്വസ്റ്റിക് ആണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. സിംഗിൾ ലെയർ ആയിട്ടാണ് അക്വസ്റ്റിക് എല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഡാർക്ക് ആഷും അതുപോലെ തന്നെ ഒരു മെറൂണും തീമിൽ വരുന്ന കളർ കോമ്പിനേഷനിലാണ് നമ്മൾ അക്വസ്റ്റിക് എല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ LED സ്ട്രിപ്സ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് അക്വസ്റ്റിക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ സീലിംഗിൽ നമ്മൾ ഫാബ്രിക് സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സീലിംഗിനകത്ത് ഇൻ കേസ് എന്തെങ്കിലും മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും ലൈഫും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലോത്തും ഫാബ്രിക് സിസ്റ്റം ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കാർപ്പറ്റ്സും അതിൻ്റെ ഇടയിൽ പോളിഫോം എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടോട്ടൽ 6 ചെയേഴ്സ് ആണ്, സോഫ ചെയേഴ്സ് ആണ്. അത് പുള്ളി ഇവിടെ തന്നെ ലോക്കലായിട്ട് ഒരു കടയിൽ നിന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ചെയറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ കൊടുക്കുക. പുള്ളിയെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്ന് മേടിച്ചത് എന്താണ് അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പുള്ളി ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ 6 ചെയേഴ്സ് ആണ് ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു തിയേറ്റർ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു കിടിലൻ തിയേറ്ററിന്റെ വിശേഷങ്ങളുമായി നമുക്ക് ഉടനെ തന്നെ കണ്ടുമുട്ടാം. അപ്പോൾ അതുവരേക്കും സൈനിങ് ഓഫ് ഭാഗ്യരാജ്.